എഫ് UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിൽ ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാഞ്ചസ്റ്റർ ഉൾപ്പെടുന്ന നോർത്ത് വെസ്റ്റ് റീജിയണിൽ ഇന്ന് രാത്രി 7 മണി മുതൽ നാളെ രാവിലെ 10 മണി വരെ കനത്ത മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് മെറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകി. ഈസ്റ്റ് മിഡ്ലൻഡ്സ്, വെസ്റ്റ് മിഡ്ലൻഡ്സ്, വെയിൽസ്, സ്കോട്ട്ലൻഡ്, നോർത്ത് ഈസ്റ്റ് എന്നിവിടങ്ങളിലും മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന് മെറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 15 മണിക്കൂറിന്റെ യെല്ലോ വാർണിംഗ് ആണ് ഈ മേഖലകളിലെല്ലാം മെറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കനത്ത മഞ്ഞുവീഴ്ചയ്ക്കോടൊപ്പം മഴയും പ്രതീക്ഷിക്കുന്നതായി മെറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. കനത്ത മഞ്ഞ് പ്രതീക്ഷിക്കുന്നത് മൂലം പവർ കട്ടും റോഡ് ഗതാഗത തടസ്സങ്ങളും പ്രതീക്ഷിക്കുന്നതായും മെറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. UK-യിലെ ഈ വർഷത്തെ ആദ്യത്തെ മഞ്ഞുവീഴ്ചയാണ് ഇന്ന് രാത്രി പ്രതീക്ഷിക്കുന്നത്. കിഴക്കൻ ലണ്ടനിൽ കാറിന്റെ ബോട്ടിനുള്ളിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വ്യാഴാഴ്ച പുലർച്ചെ ഇൽഫോർഡിലെ ബ്രിസ്റ്റെയിൻ റോഡിൽ വാഹനത്തിന്റെ ബോട്ടിനുള്ളിൽ 24-കാരിയായ ഹർഷിത ബ്രെല്ലയുടെ മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് നോർത്താംപ്ടൺഷയർ പോലീസ് കൊലപാതക അന്വേഷണം ആരംഭിച്ചു. കൊല്ലപ്പെട്ട ഹർഷിത ബ്രെല്ലയുടെ ഭർത്താവിനായി പോലീസ് തിരച്ചിൽ തുടരുന്നു. ഈ മാസം ആദ്യം നോർത്താംപ്ടൺഷയറിൽ 24-കാരിയായ മിസ് ബ്രെല്ലയെ പങ്കജ് ലാംബ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. കിഴക്കൻ ലണ്ടനിലെ ഇൽഫോർഡിലേക്ക് മൃതദേഹം കാറിലെത്തിച്ച ശേഷം ലാംബ രാജ്യം വിട്ടതായി സംശയിക്കുന്നു. ടോറി നേതാവെന്ന നിലയിൽ പുതുതായി തിരഞ്ഞെടുത്ത കെമി ബെഡ്നോക്കിന്റെ ആദ്യ അംഗീകാര റേറ്റിംഗ് മുൻഗാമികളായ ഋഷി സുനക്, ബോറിസ് ജോൺസൺ എന്നിവരേക്കാൾ മോശമാണെന്ന് ഒപ്പീനിയൻ വോട്ടെടുപ്പ് ഫലം. ഒബ്സർവറിനായുള്ള ഏറ്റവും പുതിയ ഒപ്പീനിയൻ വോട്ടെടുപ്പ് അനുസരിച്ച് ടോറി നേതൃത്വത്തിന്റെ തുടക്കത്തിൽ കെമി ബെഡ്നോക്കിന്റെ വ്യക്തിഗത അംഗീകാര റേറ്റിംഗുകൾ ഋഷി സുനകിനും ബോറിസ് ജോൺസണും അവരുടെ ഭരണത്തിന്റെ തുടക്കത്തിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ മോശമാണ്. പുതിയ ടോറി നേതാവിന്റെ നെറ്റ് അപ്രൂവൽ റേറ്റിംഗ് അവർ ചെയ്യുന്ന ജോലി അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നവർ തമ്മിലുള്ള വ്യത്യാസം -5% ആണ്. എന്നാൽ ഈ റേറ്റിംഗ് മുൻ പാർട്ടി നേതാവ് ലിസ് ട്രസിന്റെ -9%നേക്കാൾ കൂടുതലാണ്. അതേസമയം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ അംഗീകാര റേറ്റിംഗ് -24 പോയിന്റ് കുറവാണ്. എന്നാൽ 2 ആഴ്ച മുമ്പ് നടന്ന വോട്ടെടുപ്പിൽ നിന്ന് മാറ്റമില്ല. എന്നിരുന്നാലും വോട്ടർമാരോട് ആരെയാണ് മികച്ച പ്രധാനമന്ത്രിയെ കണക്കാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ബെഡ്നോക്കിനേക്കാൾ 12% പോയിന്റിന് മുന്നിലാണ്. 2 ആഴ്ച മുമ്പ് ഋഷി സുനക് കൺസർവേറ്റീവ് നേതാവായിരുന്നപ്പോൾ ഈ വിടവ് 7 പോയിന്റായിരുന്നു. വിദേശത്ത് ചെലവ് കുറഞ്ഞ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ നടത്തുന്നതിനെതിരെ ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് റീഡിംഗ് ബ്രിട്ടീഷുകാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ബ്രസീലിയൻ ബട്ട് ലിഫ്റ്റ് പോലെയുള്ള സൗന്ദര്യ ശസ്ത്രചികിത്സകൾക്കായി തുർക്കിയിലേക്ക് യാത്ര ചെയ്ത നിരവധി ബ്രിട്ടീഷ് വനിതകൾ മരിച്ചതിനെ തുടർന്നാണ് വെസ്റ്റ് റേറ്റിംഗ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇംഗ്ലണ്ടിലെ 4-ൽ 3 സർവകലാശാലകളും അടുത്ത വർഷം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2025-26 വരുമാന പ്രവചന പ്രകാരം 3.4 ബില്യൺ പൗണ്ടിന് ഇടിവെന്നുകെത്താൻ ഈ മേഖലയ്ക്ക് ധീരവും പരിവർത്തനപരവുമായ നടപടിയെടുക്കേണ്ടി വരുമെന്ന് ഓഫീസ് ഫോർ സ്റ്റുഡൻസ് പറഞ്ഞു. സർവകലാശാലകൾ ലയനമോ ചെലവ് പങ്കിടലോ പരിഗണിക്കേണ്ടതുണ്ട്. സമീപത്തെ സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്ന കോഴ്സുകളുടെ തനിപ്പകർപ്പാകാതിരിക്കുന്നത് പോലെ സർവകലാശാലകൾ കൂടുതൽ സഹകരിക്കേണ്ടതുണ്ടെന്ന് ഓഫീസ് ഫോർ സ്റ്റുഡൻസ് ചെയർ സർ ഡേവിഡ് ബെഹൻ പറഞ്ഞു. ഓരോ നഗരത്തിലോ ഓരോ പ്രദേശത്തുള്ള സർവകലാശാലകൾ വാഗ്ദാനം ചെയ്യുന്ന കോഴ്സുകളുടെ കാര്യത്തിൽ മത്സരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ബെഹൻ BBC-യോട് പറഞ്ഞു. 2023 ഇതേ കാലയളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വർഷം നൽകിയ പഠന വിസകളുടെ എണ്ണത്തിൽ 16% ഇടിവുണ്ടതായി വ്യാഴാഴ്ച ഹോം ഓഫീസ് പ്രസിദ്ധീകരിച്ച കണക്കുകൾ കാണിക്കുന്നു. അതേസമയം UK ബിരുദധാരികളുടെ എണ്ണം പ്രതീക്ഷിച്ചതിനേക്കാൾ ഗണ്യമായി കുറവായിരിക്കുമെന്ന് OFS പറയുന്നു. ജനുവരിയിൽ ഊർജ്ജവില വീണ്ടും ഉയരുമെന്ന് പ്രവചനം. കൺസൾട്ടൻസിയായ കോൺവാൾ ഇൻസൈറ്റിന്റെ അഭിപ്രായത്തിൽ പുതുവർഷത്തിൽ ആഭ്യന്തര ഊർജ്ജവില വീണ്ടും ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാധാരണ അളവിലുള്ള ഗ്യാസും വൈദ്യുതിയും ഉപയോഗിക്കുന്ന ഒരു കുടുംബം ജനുവരി മുതൽ പ്രതിവർഷം 1736 പൗണ്ട് നൽകേണ്ടി വരുമെന്ന് അവർ പറയുന്നു. നിലവിലെ സാധാരണ വാർഷിക ബില്ലായ 1717 പൗണ്ടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് പ്രതിവർഷം 19 പൗണ്ടിന്റെ വർധനവ് അല്ലെങ്കിൽ 1% വർധനവായി കണക്കാക്കുന്നു. എനർജി റെഗുലേറ്ററായ ഓഫ്ജം വെള്ളിയാഴ്ച ജനുവരി മുതലുള്ള ത്രൈമാസ വില പരിധി പ്രഖ്യാപിക്കും. വംശീയത തടയുന്നതിനും പരിഹരിക്കുന്നതിനുമുള്ള നിയമപരമായ കടമകളിൽ സ്കൂളുകളും കോളേജുകളും പരാജയപ്പെടുകയാണെന്ന് യുവാക്കളെ പ്രതിനിധീകരിക്കുന്ന സംഘടനകൾ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി. വംശീയ വിരുദ്ധ സമ്പ്രദായം സ്വീകരിക്കുന്നതിൽ സ്കൂളുകളെ പിന്തുണയ്ക്കുന്നതിനുള്ള നിലവിലുള്ള നിയമനിർമ്മാണ ചട്ടക്കൂട് അപര്യാപ്തമാണെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. കൂടാതെ വംശീയത ബാധിച്ച യുവാക്കളെ എങ്ങനെ മികച്ച രീതിയിൽ പിന്തുണയ്ക്കാമെന്ന് ചർച്ച ചെയ്യാൻ കെയർ സ്റ്റാമറുമായി ഒരു കൂടിക്കാഴ്ചയും അവർ ആവശ്യപ്പെടുന്നുണ്ട്. അടുത്ത വർഷം റിപ്പോർട്ട് ചെയ്യാനിരിക്കുന്ന ദേശീയ പാഠ്യപദ്ധതിയെക്കുറിച്ചുള്ള ഗവൺമെന്റിന്റെ അവലോകനം യുവാക്കൾക്ക് കൂടുതൽ മികച്ചതും ഉൾക്കൊള്ളുന്നതുമായ വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് വൈവിധ്യമാർന്നതും വംശീയ വിരുദ്ധവുമായ ഉള്ളടക്കം ഉൾച്ചേർക്കുന്നതിനുള്ള വഴികൾ പര്യവേഷണം ചെയ്യാനുള്ള അവസരം നൽകുന്നുവെന്ന് കത്തിൽ പറയുന്നു. ഡയാന വാട്ട്സ്, എവരിഡേ റേസിസം, സെന്റർ ഫോർ മെന്റൽ ഹെൽത്ത്, നോട്ട് സോ മൈക്രോ, ബ്ലാക്ക് കരിക്കുലം, UK യൂത്ത്, ആഫ്രിക്കൻ കരീബിയൻ എഡ്യൂക്കേഷൻ നെറ്റ്വർക്ക് എന്നിവ കത്തിൽ സൈൻ ചെയ്ത സംഘടനകളിൽ ഉൾപ്പെടുന്നു. 2021-22 അപേക്ഷിച്ച് 2022-23 വംശീയ അധിക്ഷേപത്തിന് സസ്പെൻഡ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുണ്ടായ 23% വർധനവ് ഈ കത്തിൽ എടുത്തുകാട്ടുന്നുണ്ട്. ബ്ലാക്ക് ഹിസ്റ്ററി നിർബന്ധിത പാഠ്യവിഷയമാക്കണമെന്നും പ്രചാരകർ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്നുണ്ട്. അയർലൻഡിലെ നീനയിൽ മലയാളി നഴ്സ് സീമ മാത്യു നിര്യാതയായി.
45 വയസ്സായിരുന്നു. സീന സെന്റ് കോളൻസ് കമ്മ്യൂണിറ്റി നഴ്സിംഗ് യൂണിറ്റിലെ സ്റ്റാഫ് നഴ്സായിരുന്നു സീമ. ഏതാനും നാളുകളായി അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അമിതമായി മദ്യപിച്ച ശേഷം അമിത വേഗതയിൽ വാഹനമോടിച്ച് യുവതികളെ അടക്കം പരിക്കേൽപ്പിച്ച കേസിൽ മലയാളി യുവാവിന് 2.5 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ച് ഐറിഷ് കോടതി. 2023 ഏപ്രിൽ 9 കൗണ്ടി ലോങ്ഫോർഡിലെ ബാലിമഹോണിൽ വെച്ചാണ് അപകടമുണ്ടായത്. അയർലൻഡിൽ കാറ്ററിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന 46-കാരനായ മലയാളി ജോലി കഴിഞ്ഞ് മടങ്ങവെയാണ് കേസിന് കാരണമായ അപകടമുണ്ടായത്. അപകടകരമായ ഡ്രൈവിംഗ് ആണ് നടത്തിയതെന്ന് മലയാളി കോടതിയിൽ സമ്മതിച്ചു. യുവാവ് ഓടിച്ച വാഹനം യുവതികൾ സഞ്ചരിച്ച കാറിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇവരുടെ കാർ ഏകദേശം 360 ഡിഗ്രിയിൽ കറങ്ങിയാണ് മതിലിലിടിച്ചത്. മലയാളിയായ ഡ്രൈവറെ റോഡ് സൈഡ് ബ്രത്ത് ടെസ്റ്റ് നടത്തിയപ്പോൾ 100 മില്ലി ശ്വാസത്തിൽ 48 മില്ലിഗ്രാം ആൽക്കഹോൾ റീഡിംഗ് ആണ് കണ്ടെത്തിയത്. അയർലൻഡിൽ വാഹനമോടിക്കാനുള്ള നിയമപരമായ മടങ്ങിനേക്കാൾ 2 മടങ്ങ് കൂടുതലായിരുന്നു അത്. എതിർഭാഗത്ത് നിന്നെത്തിയ വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിൽ നിന്നുള്ള കൂടിയ പ്രകാശം തന്റെ കാഴ്ചയെ തകരാറിലാക്കിയെന്ന് മലയാളി അവകാശപ്പെട്ടെങ്കിലും കോടതി ആ വാദം അംഗീകരിച്ചില്ല. അപകട സമയത്ത് മണിക്കൂറിൽ 70 കിലോമീറ്ററിനും 73 കിലോമീറ്ററിനും ഇടയിൽ വേഗതയിലാണ് സഞ്ചരിച്ചതെന്നും ഗാർഡ കണ്ടെത്തിയിരുന്നു. ഇവിടെ മണിക്കൂറിൽ 60 കിലോമീറ്റർ പരിധിയിൽ മാത്രമേ സഞ്ചരിക്കാനാവുമായിരുന്നുള്ളൂ. UK-യിൽ ആലപ്പുഴ സ്വദേശിയായ മലയാളി നഴ്സിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ബ്രെഡ്ഫോർഡ് റോയൽ ഇൻഫർമറി ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന വൈശാഖ് രമേശാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഏകദേശം 1 വർഷം മുൻപ് മാത്രമാണ് വൈശാഖ് UK-യിൽ എത്തിയത്. കർണാടകയിലെ ഷിമോഗയിലാണ് വൈശാഖ് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയത്. തുടർന്ന് ബംഗളൂരു, മുംബൈ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ജോലി ചെയ്ത ശേഷമാണ് UK-യിൽ എത്തിയത്. കൂടുതൽ UK, യൂറോപ്പ്, USA, ഓസ്ട്രേലിയൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.